12,000 രൂപ വന്നു KCB ബില്ല്. 12,000 രൂപ കഴിഞ്ഞ മാസം. 12,000 രൂപ വന്നപ്പോൾ നമുക്കറിയാം ചൂടത്ത് നമുക്ക് AC അയക്കാൻ പറ്റില്ല. അപ്പോൾ വീട്ടിലിങ്ങനെ ഡിസ്കഷൻ ഉണ്ടായത്, എടാ പുതിയ വീട് വെക്കുമ്പോൾ നീ സോളാർ വെക്കണ്ട. നമ്മൾ എന്തായാലും നമുക്ക് സോളാറിൻ്റെ ഒരു പ്രൊഫഷണൽ ഭവൻ എന്തായാലും പറയുന്നുണ്ട്, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പുതിയ വീട് വെക്കുന്ന ആൾക്കാർ ഇപ്പം എന്തായാലും ഒരു സോളാറിനുള്ളൊരു അവരുടെ ഒരു പോസിബിലിറ്റീസ് അവർ കാണുകയും ചെയ്യും. അതെ, നമ്മളും കാണണമല്ലോ, പിന്നെ സോളാർ വെക്കണം. അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ അത് വാർക്കൽ കഴിഞ്ഞു. ഇപ്പം നമ്മുടെ മേൽക്കൂര എന്ന് പറഞ്ഞ സാധനം കുടുക്കിയുടെ പ്രോഡക്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സോളാറിനുള്ള പ്രൊഫഷൻ കാണുമ്പോൾ ആസ് എ കസ്റ്റമറായ ഞാൻ, ആസ് എ ഇതിൻ്റെ കൺസൾട്ടൻറ്റ് ഇതിൻ്റെ കോൺട്രാക്ടറായ നിങ്ങളിൽ നിന്ന് എന്തൊക്കെയാണ് ഞാൻ അറിഞ്ഞിരിക്കേണ്ടത്? ഓക്കെ, ഹലോ ചോദ്യം 1, നിങ്ങൾ സോളാർ വെക്കാമെന്ന തീരുമാനം കറക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സോളാർ വെക്കണം. പിന്നെ നിങ്ങൾ എന്ത് വർത്താനം പറയണത്? സോളാർ നിങ്ങളിത് എന്താ കാര്യം? ഇപ്പം തന്നെ സോളാറിന്റെ കാര്യം ഇപ്പൊ 12,000 രൂപ കറണ്ട് ബില്ലെന്ന് പറഞ്ഞു. നിങ്ങളിപ്പോ ഇലക്ട്രിക് വണ്ടി യൂസ് ചെയ്യുന്നില്ല. എന്റെ ചോദ്യം, ഏത് വ്യക്തിക്കാണ് സോളാർ കറക്റ്റ് ആവുന്നത്, അല്ലെങ്കിൽ എല്ലാ വ്യക്തികൾക്കും സോളാർ കറക്റ്റ് ആണോ? എല്ലാവർക്കും വേണ്ട. കാരണം ഒരു 3,000 മന്ത്ലി ഒരു 6,000-7,000 ബില്ല് വരുന്ന ആൾക്കാർക്ക് മതിയാവും. മേ ബി എൻ്റെ കാഴ്ചപ്പാടാണ് കേട്ടോ. 1,000-1,200 രൂപയൊന്നും വേണ്ട, കാരണം എക്സ്പെൻസ് കൂടി വരികയല്ല എൻ്റെ. അല്ലേ? ഒന്നാമത്തെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗവൺമെന്റ് ഒത്തിരി സ്കീംസും കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട്. ഇത് എപ്പോഴും പെർമനന്റ് ആയിട്ട് ഇന്ന മന്ത്ലി ബില്ലിൽ കൂടുതലാണെങ്കിൽ മാത്രമേ സോളാർ വെക്കുന്നത് വയബിൾ ആകുള്ളൂ എന്ന് പറയുന്നത് ഓരോ കാലത്തിലും ഓരോ നമ്പറാണ്. കുറെ നാള് മുന്നേ അത് 4,000 രൂപയായിരുന്നു, ഇപ്പൊ 4,500 രൂപ എന്നുള്ള ഒരു ഇതിലോട്ട് വന്നു. അപ്പോൾ എപ്പോഴും അത് ഇന്ന നമ്പറാണ് കറക്റ്റ് എന്നുള്ളതല്ല. പക്ഷെ എനിക്കാകെ പറയാനുള്ളത്, സോളാറിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ എത്രയോ കൊല്ലം കൊണ്ട് നമ്മൾ തിരിച്ചു പിടിക്കും എന്നുള്ളതാണ് തിയറി. അത് തിരിച്ചു പിടിക്കുന്ന ഒത്തിരി പേരെ നമുക്ക് നേരിട്ട് അറിയാം. ഞാൻ ചെയ്ത പ്രോജക്റ്റുകളിലും അത് വാസ്തവമാണ്. പക്ഷെ എല്ലാവർക്കും അങ്ങനെയല്ല. ഓക്കെ, അപ്പൊ അത് ഒരു കസ്റ്റമർ എന്ന നിലയിൽ നിങ്ങൾക്കിപ്പം എന്നെ പോലെ ഒരു വ്യക്തിയുണ്ട്. പക്ഷെ അതല്ലെങ്കിൽ സോളാറാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞ് അതിലോട്ട് എടുത്തു ചാടരുത്. കൃത്യമായ ഒരു അവലോകനം നടത്തിയതിന് ശേഷമേ വരുള്ളൂ. ഭൂരിഭാഗം കേസിലും സോളാർ വയബിൾ ആയിരിക്കും. കാരണം ഇപ്പൊ എസ്പെഷ്യലി ഇലക്ട്രിക് കാറും കൂടെ വരുമ്പോഴേക്കും ഒരു വയബിൾ ആവുന്ന ഒരു സാധനമാണ്. ഒന്ന്. രണ്ടാമത്തെ ഒരു മെയിൻ പോയിന്റ് ഇതാണ്, ഈ സോളാർ ഏറ്റവും അവസാനം ചിന്തിച്ചുണ്ടാക്കേണ്ട ഒരു സംഭവമല്ല. അല്ല അല്ല അത് നമ്മൾ കൃത്യമായി കഴിയുന്നതും വേഗം വീടിന്റെ പണിയിൽ ആലോചിക്കേണ്ട ഒരു സംഭവമാണ്. ഇപ്പോ നമ്മള് ഒന്നെങ്കിൽ നമ്മുടെ ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു റൂഫിലോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള റൂഫിലോ നമ്മൾ സോളാർ പാനൽ വെക്കാൻ പോവാണ്. എത്ര പാനൽ വേണം എന്നുള്ളത് ഒരു സോളാർ വെൻഡർ നമ്മളോട് പറയുന്നതുമാണ്. നമുക്ക് എത്ര വേണം അനുസരിച്ചിട്ടുള്ളൂ. ഈ പാനൽ ഏതോ ഒരു സ്റ്റീൽ സ്ട്രക്ചർ ഉണ്ടാക്കി അതിന്റെ മേളിലാണ് ഇത് പ്ലേസ് ചെയ്യുന്നത്, അല്ലേ? ഓക്കെ, ഈ സ്ട്രക്ചർ നമ്മുടെ ഇൻക്ലൈൻഡ് റൂഫിലോ നമ്മുടെ ഫ്ലാറ്റ് റൂഫിലോ ആണ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്, അല്ലേ? ഇത് നമ്മുടെ കോൺക്രീറ്റിലോട്ട് ഒരു സ്ക്രൂ അടിച്ച് ഇറക്കി കഴിഞ്ഞാൽ അതിൽ കൂടെ വെള്ളം കയറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പൊ അത് വരാത്ത രീതിയിൽ വേണം ഇത് ഫിക്സ് ചെയ്യാൻ. നമ്പർ 1 ആയിട്ടുള്ള ഒരു പോയിന്റ്. ഫ്ലാറ്റ് സ്ലാബ് ആണെങ്കിൽ അതിൽ സ്ട്രക്ചർ ഫിക്സ് ചെയ്യുന്നതിന്റെ മുന്നേ എടുക്കേണ്ട കുറച്ച് പ്രിക്കോഷണറി മെഷേഴ്സ് ഉണ്ട്. അത് എടുത്തതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. നമ്മൾ പല വീടുകളിലും, ഇപ്പൊ നിങ്ങളുടെ വീഡിയോ പോപ്പുലർ ആയ പിന്നെ പല വീടുകളിലും വീട് ലീക്ക് ആവുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ചെല്ലുമ്പോൾ അതിനെ ആദ്യം നോക്കുന്ന പോയിന്റുകളിൽ ഓർമ്മ സോളാർ എവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. നേരെ സ്ലാബ് ഇങ്ങനെ തുളച്ച് ചില ആൾക്കാർ ചെയ്യാറുണ്ട്. ഈ സ്ലാബ് തുളച്ച് വെച്ച് സ്ക്രൂ ഇതിലോട്ട് പിടിക്കുമ്പോൾ അതിൽ കൂടെ വെള്ളം അകത്തേക്ക് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ ആദ്യം പറയുന്നത് അത് അഴിക്കണം, അത് ക്ലീൻ ചെയ്യണം, അതിന്റെ മേളിലൊരു സ്ട്രക്ചർ ചെയ്തിട്ടേ ചെയ്യാവുള്ളൂ എന്നുള്ളൊരു ഉപദേശം ഞാൻ കൊടുത്തു പോരാറുണ്ട്. അത് വർക്കൗട്ട് ആവാറുമുണ്ട്. അപ്പോൾ ഫ്ലാറ്റ് സ്ലാബ് അങ്ങനെ. ഇൻക്ലൈൻഡ് സ്ലാബ് ആണ് ചെയ്യുന്നതെങ്കിൽ ഇതാണ് അടുത്തൊരു സംഭവം. ഇപ്പൊ നിങ്ങളുടെ ഒരു വീട് ഇവിടെ ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു മെറ്റൽ ട്രസ്സിന്റെ മേളിലാണ് നിങ്ങളുടെ കുടുക്കിയുടെ പ്രോഡക്ട്സ് വരാൻ പോകുന്നത്, ആണല്ലോ? ഈ സോളാർ എത്ര പാനൽ ഉണ്ടെന്നും ആ പാനൽ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നതെന്നും ഈ പാനലിന്റെ വെയിറ്റ് എത്രയുണ്ടെന്നും അതിന് എത്ര കാലുകൾ വേണമെന്നും ഈ കാൽ എവിടെയാണ് ഫിക്സ് ചെയ്യുന്നതെന്നും ഉള്ളത് ഈ ട്രസ്സിൽ തീരുമാനമായി അതനുസരിച്ച് പ്രോഡക്റ്റ് എടുത്തതിന് ശേഷം മാത്രമേ റൂഫിംഗ് വർക്ക് ചെയ്യാവുള്ളൂ. കാരണം അതല്ല,
ഇട്ടിരിക്കുന്ന ഓടോ ഇട്ടിരിക്കുന്ന കുടുക്കിയോ അല്ലെങ്കിൽ മറ്റനവധി റൂഫിംഗ് മെറ്റീരിയൽ തുളച്ചോ ഡ്രിൽ ചെയ്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കറക്ഷൻ ചെയ്തിട്ടോ അതിൽ നിന്ന് കാല് ഉയർത്തി വെച്ചാൽ വെള്ളം വീണ്ടും അകത്ത് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ എല്ലാ എപ്പിസോഡിലും വെള്ളം നമ്മുടെ ശത്രുവാണ്, വീടിന്റെ വെള്ള ശത്രുവാണ്. കോൺക്രീറ്റിൽ നമ്മളെ മിത്രവും ഇത് കഴിഞ്ഞു കഴിയുമ്പോഴേക്കും ശത്രുവാണ് വെള്ളം. അപ്പൊ നമ്മള് അറിഞ്ഞുകൊണ്ട് ഒരു കാര്യം മുൻകൂട്ടി ആലോചിച്ച് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രശ്നത്തെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു സോളാർ ഒരു വളരെ ആൾക്കാർ അധികം ശ്രദ്ധിക്കാണ്ട് ചെയ്തു വെക്കുന്ന ഒരു സംഭവം. അതായത് ഇതിലൊരു കുടുക്കിയുടെ അല്ലെങ്കിൽ ഓടോ ഉണ്ടാവും, ഈ ഓടിന്റെ അവിടെ നിന്നൊരു എന്തെങ്കിലും സോളാറുകാരൻ, കാരണം സോളാറുകാരനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ചെയ്തു വരുന്ന ഒരു സാധനമാണെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും ഇത് ഫിക്സ് ചെയ്ത് ഓണാക്കി കമ്മീഷൻ ചെയ്ത് വിടുക എന്നുള്ളതാണ് ഉദ്ദേശം. മനസ്സിലായി. അവന്റെ ഫീഡ്ബാക്ക് കസ്റ്റമർ തരാൻ പോകുന്ന എന്താ, എനിക്ക് ഇത്ര നാളുകൾക്കുള്ളിൽ 0 ബില്ലായി അല്ലെങ്കിൽ എന്റെ ബില്ല് ഇത്രയും കുറഞ്ഞു. അപ്പൊ അവന്റെ വിജയം അതാണ്. ഓക്കെ, പക്ഷെ അതിനുശേഷം വെള്ളം അകത്ത് വരുമ്പോ ആർക്കാണ് അതിലെ തോൽവി അല്ലെങ്കിൽ വിക്ടിമാരാണ് ഈ കസ്റ്റമറാണ്. അപ്പോൾ കസ്റ്റമർ എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് നേരത്തെ ആലോചിച്ച് ഈ പ്രോബ്ലം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ. ഒരാൾ വന്ന് നേരെ നമ്മുടെ മെറ്റൽ ട്രസ് വാട്ടർ പ്രൂഫ് ആയിട്ടും വെള്ളം ഒലിച്ചു പോകുന്ന ഒരു നദിയിൽ നിൽക്കുന്ന ഒരു സാധനത്തിനെ ഒരു തുളയൊക്കെ ഉണ്ടാക്കി ഒരു കാലുമൊക്കെ പിടിപ്പിച്ച് അതിൻ്റെ ഇടയിൽ കൂടെ വെള്ളം അകത്ത് കയറിയാൽ, ഇനി അതിൻ്റെ അടിയിൽ ഒരു ഫോൾ സീലിംഗ് ഉണ്ട്, ഈ ഫോൾ സീലിംഗ് കുതിർന്നാൽ എങ്ങനെയാണത് ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. കറണ്ട് ബില്ല് മാത്രം കുറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാ ലംബം. അപ്പൊ ആലോചിക്കേണ്ട സാധനം കറക്റ്റ് സമയത്ത് ആലോചിക്കുക. സോളാർ വെക്കുന്നതിന്റെ മുന്നേ ആണെങ്കിൽ ഈ ആലോചന ചെയ്യണം എന്ന് ഞാൻ പറയുന്നത്. കാരണം ഇതെല്ലാം ചിലപ്പോൾ ആലോചിച്ചിട്ട് മദർ സ്ലാബ് ചെയ്യാന്ന് വെച്ചാൽ ചിലപ്പോൾ അത് നടന്നുകൊള്ളണമെന്നില്ല. നിങ്ങളുടെ കേസിലും അങ്ങനെ നടന്നിട്ടുമില്ല. പക്ഷെ ഇനി ഒരു സ്റ്റേജ് വരുമ്പോൾ ഇപ്പം നമ്മൾ ഈ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാത്തതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് സോളാർ ഫൈനലൈസ് ആവാത്തതുകൊണ്ട്. സോളാർ എവിടെ വെക്കണം എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ, എത്ര കപ്പാസിറ്റി വേണം, ഏത് പാനലാണ് യൂസ് ചെയ്യുന്നത്, എത്ര കാലുകൾ വരണം, ഇനി ആ കാല് വരുമ്പോൾ ഈ ട്രസ്സിന് ആ ലോഡ് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, ഇനി അതല്ലെങ്കിൽ നമുക്ക് ആ ട്രസ്സിനെ അഡീഷണലി സ്ട്രെങ്തൻ ചെയ്യണം. ഓക്കെ, കാരണം അതല്ലെങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ ട്രസ് സാഗ് ചെയ്തു പോകും. ഇതിന്റെ വെയിറ്റ് വന്നു കഴിയുമ്പോഴേക്കും ട്രസ് വളഞ്ഞു പോകും. ഇത് ആ ഒരു എഞ്ചിനീയറിംഗ് അതിന്റെ മുന്നേ ആലോചിച്ചിട്ടേ ഇതിലേക്ക് വരാവുള്ളൂ എന്നുള്ളതാണ് പോയിന്റ്. അപ്പൊ എന്തായാലും നമ്മുടെ ആളുകൾ ഇപ്പൊ പുതിയ വീട് വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാര് സോളാർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യട്ടെ, അല്ലേ? അതെ, നമ്മുടെ കൂട്ടത്തിലാണല്ലോ ഷെഫീഖ്, പുലിയാണ് ഇതിൻ്റെയൊക്കെ എല്ലാ ഐഡിയാസ് നമുക്ക് പറഞ്ഞു തന്നാറ്. അപ്പോൾ എല്ലാ ആശംസകളും കേട്ടോ. വീടുന്ന സ്വപ്നം ഗംഭീരമായിട്ട് മുന്നോട്ട് പോട്ടെ. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഉടനെ 1 മില്യൺ ആകട്ടെ. എല്ലാ ആൾക്കാർക്കും നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് വീട് വെച്ച് കൊടുക്കാൻ പറ്റട്ടെ. വീണ്ടും കാണാം.